ശ്രീമതി ഡോക്ടർ എസ് ജയശ്രീ മാമിനെയും ഈ വേദിയിൽ ആദ്യമായി ഈശ്വര ഒരു സംഘടനയുടെ ചട്ടക്കൂട്ടിൽ ചേർത്ത് നിർത്തി സമൂഹത്തിന് പ്രയോജനപ്രദമാക്കുകയാണ് PHSO. തൊഴിലാളികളുമായും സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും അതത് MN സന്തോഷ് സംസ്ഥാന പ്രസിഡന്റായി സാമൂഹിക രംഗത്തും മികച്ച ഇടപെടലുകൾ നടത്തുവാൻ ഇക്കാലം അത്രയും യോഗം ചെയ്യുകയാണ്. എല്ലാവരെയും സ്വാഗതം പറഞ്ഞതുകൊണ്ട് എനിക്കധികം ഇനി സ്വാഗതം പറയേണ്ടതില്ല. എന്നാലും മലബാറിൻ്റെ സാംസ്കാരിക തലസ്ഥാനം കോഴിക്കോട് സൗത്ത് അദ്ദേഹത്തിന് വേണ്ടി വന്നിരിക്കുന്ന കോഴിക്കോട് കുടുംബാംഗങ്ങൾ PHSOയുടെ 12ാം സംസ്ഥാന സമ്മേളനം ഇമ്പോർട്ടൻ്റായ ഒരു ദിവസത്തിൻ്റെ തലേന്ന് തന്നെ ഈ സമ്മേളനം ഇവിടെ വെച്ച് നടത്താൻ കഴിയുന്നു എന്നുള്ളത് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ റൊണാൾഡ് എസ്, PHSOയുടെ സംസ്ഥാന സെക്രട്ടറി രാജൻ തോമസ്, ഈ സംഘടനയുടെ ശ്രീ പോലെ ശുശ്രൂഷിക്കുകയും പരിപാലിക്കുകയും ചെയ്തു വരുന്ന ശ്രീ നിറഞ്ഞ കൈയടി കൊടുക്കാം. അധ്യക്ഷൻ ആദരണീയനായ PHSOയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ MN സന്തോഷ്, വേദിയിലുള്ള മേഖലകളിൽ നിന്ന് വിവിധ ജില്ലകളിൽ നിന്ന് ഇവിടെ എത്തിയിരിക്കുന്ന ഏറ്റവും പ്രിയങ്കരായ PHSOA മെമ്പേഴ്സ്, സഹോദരി സഹോദരന്മാർ, നഗരത്തിൽ വെച്ച് നടത്തുന്നതിനെടുത്ത തീരുമാനങ്ങൾ എല്ലാവരെയും കൗൺസിലിൻ്റെ പേരിൽ ആദ്യം തന്നെ നമുക്കറിയാം, കേരളം പടിപടിയായ വളരെ പ്ലാനത്ത് ഇപ്പം നമ്മുടെ കണക്കനുസരിച്ചിട്ട് ഞങ്ങൾ കൊണ്ടൊക്കെ കുട്ടികൾ വീടുകൾ അവിടെയുള്ള എല്ലാവർക്കും ഒരു ഇൻകം ഉണ്ടാകണം. ഇൻഡിപെൻഡൻ്റായി നമുക്ക് ആദരിക്കപ്പെട്ടവരെല്ലാം സ്ത്രീകളാണെന്ന് കണ്ടപ്പോൾ വലിയ ആർദ്രതയോടുകൂടി രോഗികളോടും ഹോം നഴ്സിങ്ങിന് നേരത്തെ ഉണ്ടായിരുന്ന ഒരു മതിപ്പില്ലായ്ക വലിയ രീതിയിൽ കൂട്ടി അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനുള്ള സാധ്യതകൾ ഇതിൻ്റെ അംഗങ്ങൾ വലിയ സന്തോഷം, സ്നേഹത്തിൻ്റെ രീതിയിൽ ഇതിൽ മനോഹരമായ രീതിയിൽ ഉദ്ഘാടന കർത്തവ്യം നടത്തുന്നതിന് വേണ്ടി ഇവിടെ അധ്യക്ഷൻ PHSOയുടെ സംസ്ഥാന പ്രസിഡന്റ് MN സന്തോഷ്, ഉദ്ഘാടന പ്രാസംഗികനായിരുന്ന ഗവൺമെൻറ്റിൻ്റെ ഒരു സഹായഹസ്തമായി പ്രവർത്തിക്കാൻ ഹോം നഴ്സിംഗ് മേഖലയ്ക്ക് സാധിക്കും. അതുപോലെ തന്നെ 2ാമത് സംസ്ഥാന
സമ്മേളനത്തിൻ്റെ പോകുന്ന ഒരു സന്ദേശം, ആ സന്ദേശമാണ് ഈ സമ്മേളനം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ അധ്യക്ഷൻ എം സന്തോഷ് സാർ, നമ്മുടെ ഉദ്ഘാടനം ചെയ്ത ശ്രീ അഹമ്മദ് ഗോൾ സാർ രൂപീകരിച്ചിട്ടുണ്ട്. ആ സംഘടന വളർന്ന് പന്തലിച്ച് സംഘടനയുടെ സംസ്ഥാന ട്രഷറർ ശ്രീ റോയി പി അബ്രഹാം പ്രതിപാദിക്കുകയുണ്ടായി. അസംഘടിത മേഖലയേക്കാൾ ഉപരിയായിട്ട് പറഞ്ഞിട്ട് അതിനെ അവഗണിക്കാൻ പാടില്ല. അതിനാൽ നമ്മുടെ ഉണ്ടാക്കുന്ന കാശുകൾ നമ്മൾ ഉയരത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്, അറിയാതിട്ടാണ്. പാവങ്ങളെ സഹായിക്കാൻ ഇത്ര മെടുക്കാൻ ഈ ലോകത്ത് എവിടെ ഉണ്ടായിരിക്കില്ല. എന്നെ എത്രത്തോളം സ്നേഹിച്ചു, എത്രത്തോളം സഹായിച്ച ഒരു വ്യക്തിയാണ് ഈ സാറ്. അഹമ്മദ് ദേവർകോവിൽ, അതുപോലെ തന്നെ ശ്രീമതി ഡോക്ടർ എസ് ജയശ്രീ ടീച്ചർ ആണ് പറഞ്ഞിരിക്കുന്നത്. ഈ ക്ലാസിൻ്റെ വിഷയം എന്ന് പറയുന്നത് ഉല്ലാസയാത്ര എന്നാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ചിരിക്കാനും ചിന്തിക്കാനും ഒരു ഭാഗം ഉണ്ടാകും. അത് കുറിയായിട്ട് ഒരു ബന്ദി നടക്കും വിധിയുടെ ബലിമൃഗങ്ങൾ, വിധിയുടെ ബലിമൃഗങ്ങൾ. അതോടൊപ്പം മൊമെന്റ് നൽകുന്നതിന് വേണ്ടി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ലൈസൻസ് നമുക്ക് അനുവദിച്ച് തന്നിട്ടുണ്ടെങ്കിലും ലൈസൻസ് കിട്ടാത്ത പലരും ഈ കൂട്ടത്തിലുണ്ട്. അതായത് മുനിസിപ്പാലിറ്റി പഞ്ചായത്തിന് ചെന്ന ഇതിൻ്റെ മുമ്പ് നമ്മൾ 8-9 കൊല്ലം പ്രയത്നിച്ചിട്ടാണ് ഈ ലൈസൻസ് നമുക്ക് കിട്ടിയത്. ഒരു ചെറിയ ആളാണെങ്കിൽ പോലും അത് നിറച്ച് ആളെ വെച്ചുകൊണ്ടൊരു സഹായികളെയും ഞാൻ നന്ദി അറിയിക്കുകയാണ്.